ഒക്ടോബർ മാസം തുടങ്ങുന്നതിനും മുമ്പുള്ള ഏറ്റവും അവസാനത്തെ ഒരു വെള്ളിയാഴ്ചയാണിത്. അപ്പോൾ ഒക്ടോബർ മാസം 1 മുതൽ നമ്മൾ നിയോഗ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ നിയോഗ പ്രാർത്ഥന എന്ത്, എങ്ങനെ എന്നൊന്നും അറിയാത്തവരുണ്ട്. എങ്കിലും നിങ്ങളോട് ഒരു അറിയിപ്പായി പറയുകയാണ്. ദൈവവചനത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒന്നാണ്. ഈ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രയാസങ്ങളും മാറാൻ ദൈവം ഒരു വാതിൽ തുറക്കുന്ന അനുഭവം ഉണ്ടാകണം. ഒരുപാട് പേര് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും ശുശ്രൂഷ ഇങ്ങനെ മാറത്തില്ലെന്ന് എനിക്കറിയാം. ഇനി ദൂരം ഒന്ന് കഴിയാത്തവരെ നിങ്ങളുടെ വീടുകളിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ലക്ഷക്കണക്കിന് ആളുകളുടെ നിയോഗം എൻ്റെ കയ്യിലുണ്ട്, ലക്ഷക്കണക്കിന് ആളുകളുടെ. അതിനുവേണ്ടി എനിക്ക് എല്ലാ നേരവും ശാപ്പാട് കഴിച്ച് പ്രാർത്ഥിച്ചാൽ എനിക്കത് അനുഗ്രഹമാകും തോന്നിയില്ല. അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഞാൻ ഒഴിവാക്കും. ഈ 31 ദിവസവും മത്സ്യവും മാംസവും ഒഴിവാക്കും. ആ ഒരു പുണ്യം വലിയ കേമമായിട്ട് പറഞ്ഞതല്ല, ഇത് വില കൊടുത്താണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതെന്ന് സാധാരണക്കാരായ നിങ്ങളെ അറിയിക്കുക മാത്രമാണ്. ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ പങ്കെടുക്കുക. നിങ്ങളുടെ ശരീരം അനുവദിക്കുന്നെങ്കിൽ, ആരോഗ്യം അനുവദിക്കുന്നെങ്കിൽ പങ്കെടുക്കുക. അല്ലാത്ത പക്ഷം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കെടുത്താലും മതി, ധാരാളം. ഞാൻ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വില കൊടുത്താണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഇവിടുന്ന് പോകുന്നത് നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റണം. ഇന്നലെ ആ മനുഷ്യൻ ഇവിടെ വന്നത് ആ മുഖത്തോടെയാണ്. ഇപ്പോൾ ആ മനുഷ്യൻ ദൈവത്തിൽ നിന്നെന്തോ ഒരു അനുഗ്രഹം സ്വീകരിച്ചിട്ട് തെളിഞ്ഞ മുഖത്തോടെ ആ വാഹനത്തിൽ കയറി പോകുന്നത്, ആ റോട്ടിലൂടെ പോകുന്നത് കാണാൻ കഴിയണം. ഒരു വാതിൽ തുറന്നത് നിങ്ങൾ അനുഭവിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത മാസം മുതൽ വ്യാഴാഴ്ച ഉച്ച മുതൽ തന്നെ ശുശ്രൂഷകൾ ആരംഭിക്കും. ആഗ്രഹിക്കുന്ന ആർക്കും വരാം. പക്ഷെ ഇവിടുത്തെ സാഹചര്യങ്ങൾ പരിമിതമാണ്. അത് ഉൾക്കൊള്ളാൻ അതിനോട് സഹകരിക്കാൻ കഴിയുന്നവർ മാത്രമേ വരാവുള്ളൂ. അല്ലാതെ എനിക്ക് ഒരു സ്വന്തമായിട്ട് റൂം വേണം അങ്ങനെ പറഞ്ഞു വരരുത്. ഒരു ഫീസും ഇല്ലാത്തത് കൊണ്ടാണ്. ഒരാളുടെ അടുത്തു നിന്നും റൂമിനോ ഭക്ഷണത്തിനോ ഫീസ് മേടിക്കുകയില്ല. തികച്ചും ഫ്രീ ആയിട്ടായിരിക്കും ശുശ്രൂഷകൾ നടത്തുക. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം നൽകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഓഫീസിൽ കൊടുക്കുക. നിർബന്ധമുള്ളൊരു വിഷയവുമല്ല. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. അതിനുവേണ്ടി ഒറ്റ മനസ്സോടെ നിൽക്കുന്ന ശുശ്രൂഷകരുണ്ട്, പാട്ടുകാരുണ്ട്. എല്ലാം ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിനകത്താണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു കുടക്കീഴിനകത്താണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. എനിക്ക് ഉറപ്പായൊരു കാര്യം അറിയാം. ദൈവം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 1-2 കാര്യങ്ങൾ ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു തലമുറയെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും. അത് ഓരോ പ്രാവശ്യവും ഈ നിയോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വചനമൊരുങ്ങുമ്പോൾ ദൈവം കാണിച്ചു തന്നൊരു ദർശനമാണത്. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നൊരു തലമുറ എഴുന്നേറ്റ് വരും. 2, പരിശുദ്ധാത്മാവിൽ നിറയുന്ന കുഞ്ഞുങ്ങളുണ്ടാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ഒന്നും പ്രത്യേകം ചെയ്തിട്ടല്ല, പക്ഷെ അത് സംഭവിക്കും. അത് പ്രവാചകൻ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ പോലും പ്രവചിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും പ്രവചിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ? ദൈവം വലിയ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിലൂടെ ചെയ്യാൻ തുടങ്ങും. അനുഗ്രഹങ്ങളെ സ്വീകരിക്കാൻ ദൈവം ഒരുക്കിയ ഒരു ഇടമാണിത്, ഒരു സ്ഥലമാണിത്. ദൈവം ഒരുക്കിയ ഇടം. ഞാനിവിടെ പ്രാർത്ഥിക്കാനായി ഒരാൾ വന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന് 34-35 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട്. അദ്ദേഹം 66 പ്രാവശ്യം വിവാഹ ആലോചനയുമായി പല സ്ഥലത്തും പോയുള്ള ആളാണ്. 66 പ്രാവശ്യം. അപ്പം അയാൾ നിരാശനാണ്. അപ്പോൾ ഇദ്ദേഹം ഈ 66 പ്രാവശ്യം വിവാഹം നടക്കാൻ വേണ്ടി പല വീടുകളിൽ പോയി പലരെ കണ്ടു, സമീപിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ദൈവം ഒരു വാതിൽ തുറക്കും നിനക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇത് കേട്ടിട്ട് എന്നോട് പറഞ്ഞത്, അച്ഛൻ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമത് പറഞ്ഞത്, എനിക്ക് ആ പറഞ്ഞ കാര്യം പിടികിട്ടുന്നില്ല. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, എനിക്കിതൊരു തമാശയായി തോന്നുന്നു.
3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത്, എനിക്ക് മനസ്സിലാകുന്നില്ല, പിടികിട്ടുന്നില്ല, എനിക്കിതൊരു തമാശയായി തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു, 4 മാസത്തിനകം ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ തമ്മിൽ കാണും. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ഫീലിംഗ് ഞാൻ കണ്ടില്ല, ഒരു സന്തോഷത്തിൻ്റെയോ എന്താണോ മുമ്പേ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട്. അദ്ദേഹം പോയി. 4 മാസത്തോടടുത്ത് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ വിവാഹം ഉറച്ചു, എൻ്റെ വിവാഹം ഉറച്ചു. അതാദ്യം ഇവിടെ വന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നും തമാശയായിട്ട് തോന്നും, പിടികിട്ടുന്നില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ, നിശ്ചിത നാളുകൾക്കുള്ളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങൾ കാണും. ദൈവത്തിൻ്റെ ആ കരം ആ വിഷയത്തിനകത്ത് വെളിപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം, അതിനകത്ത് ജെറീക്കോയുടെ പതനം എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീക്കോ പട്ടണം അടച്ച് ഭദ്രമാക്കിയിരുന്നു. ജെറീക്കോ പട്ടണത്തിൻ്റെ വാതിൽ അടച്ചു വച്ചിരിക്കുകയാണ്. വാതിൽ ആരും അങ്ങോട്ട് കയറുകയോ ഇറങ്ങുകയോ ചെയ്തിരുന്നില്ല. വാതിൽ എങ്ങനെയാണ്? അടച്ച് പൂട്ടി ഭദ്രമാക്കിയിരുന്നു. പക്ഷേ ദൈവം എന്താ പറഞ്ഞെന്നൊരു കാര്യം കേട്ടോണം. അത് എഴുതിയിരിക്കുന്നത് 3-ാമത്തെ വാക്യമാണ്. അടഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ അവരോട് എന്നാ ചെയ്യാനാ? ഒരു വലിയ കമ്പിപ്പാര കൊണ്ടൊന്ന് കുത്തി തുറക്കണമെന്നല്ല പറഞ്ഞത്. അടഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ നിന്നോണ്ട് എന്തു ചെയ്യണമെന്നാ പറഞ്ഞെന്നറിയാമോ? വായിക്കുകയാണ്. നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിലൊരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം, നടന്ന് പ്രാർത്ഥിക്കണം. അടഞ്ഞ വിഷയത്തിൻ്റെ മുമ്പിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? അടഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? പ്രാർത്ഥിക്കണം. വേറൊന്നും ചെയ്യരുത്. ആ വിഷയം അടഞ്ഞ വാതിൽ, എൻ്റെ കുടുംബം ഇനി ശരിയാകുമെന്ന് തോന്നുന്നില്ല, ആ വാതിൽ അടഞ്ഞു. എനിക്കിനി ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ല, ആ വാതിൽ അടഞ്ഞായിരിക്കുന്നത്. ഇനി എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. എന്താ? അടഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ നിന്ന് അവരോട് പറഞ്ഞു, അതിൻ്റെ മുമ്പിൽ നടക്കണം, അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം. അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലൂടെ നടക്കണം. പ്രാർത്ഥിച്ചും കാഹളം മുഴക്കിയും ദൈവത്തെ സ്തുതിച്ചും ആ അടഞ്ഞ വാതിലിൻ്റെ മുമ്പിൽ നിൽക്കാനും നടക്കാനും പറഞ്ഞു. എന്താ അതിൻ്റെ റിസൾട്ട് ഉണ്ടായെന്ന് എഴുതിയിട്ടുണ്ട്. അത് വായിക്കാം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലം പതിക്കും. വാതിലാണോ പോകുന്നത്? മതിലാണോ പോകുന്നത്? വാതിലാണ് അടച്ചു വച്ചിരിക്കുന്നത്. ആ വാതിൽ ഭിത്തി ചെയ്ത് വച്ചിരിക്കുന്നത് ഭിത്തിയിലാണ്. എല്ലാ വാതിലും അങ്ങനാണല്ലോ. വാതിൽ ചുമ്മാ അന്തരീക്ഷത്തിൽ നിൽക്കത്തില്ല. ആ വാതിൽ ഒരു ഭിത്തിയിലായിരിക്കും. ആ ഭിത്തിയുടെ ബലവും ആ വാതിൽ ഉറപ്പും എല്ലാം ബന്ധപ്പെട്ടാണ്. പ്രാർത്ഥിച്ച സമയത്ത് വാതിൽ മാറിയെന്ന് മാത്രമല്ല, ആ അടഞ്ഞ വാതിലിനെ ഉറപ്പിച്ചിരുന്ന ഭിത്തി അടക്കം താഴെ പോകുന്ന പറഞ്ഞത്. ഇത് ജീവിതത്തിൽ ഒരു കാര്യം പറയാനാണ് വന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില വാതിലുകൾ അടഞ്ഞാണ്. അതുമായി ബന്ധപ്പെട്ട് തടസ്സമായി നിൽക്കുന്ന കാര്യം, അത് ഭിത്തിയായാലും വ്യക്തിയായാലും അത് തിന്മയുടെ സ്വാധീനമായാലും അതടക്കം അത് ഇടിഞ്ഞു താഴെ പോകും. അടഞ്ഞ വാതിലിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഇവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. ഒരു നിമിഷം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ ചില അടഞ്ഞ വാതിലുകളുണ്ട്. സാമ്പത്തികത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പറയും, ഇത് വളരെ ശരിയാണ്. എൻ്റെ ജീവിതം ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടഞ്ഞ വാതിലായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്കറിയില്ല ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന്, എങ്ങനെ പുറത്തു കിടക്കുമെന്ന്. അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ അറിയാമോ? അതിൻ്റെ മുമ്പിൽ നിന്ന് ആരാധിക്കാൻ അറിയാമോ? അതിൻ്റെ മുമ്പിലൂടെ ഒന്ന് നടക്കാൻ അറിയാമോ? ചില ദിവസങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ചില നാളുകൾ അങ്ങനെ ചെയ്യാൻ കഴിയുമോ? വാതിലുകൾ മാത്രമല്ല,
ആ തടസ്സം നിന്ന് അതിനെ സഹായിച്ചിരുന്ന ഭിത്തി പോലും, അതിനെ സഹായിച്ച ഭിത്തി പോലും താഴെ പോയി മുന്നേറാൻ കഴിയത്തക്ക വിധം ഒരു വാതിൽ തുറക്കുന്നത്. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി പറഞ്ഞു. എങ്ങനെ നടത്തും? വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങളിൽ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നു തന്നെയാണ്. നമ്മൾ പാട്ട് പാടുമ്പോൾ, ഒരു പാട്ട് പാടിയപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തിനാണ് ഈ പാട്ടുകാരൻ ഈ പാട്ട് എഴുതിയതെന്ന്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി മാറും. അപ്പം ഇവിടെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നാളെ ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. പാട്ടിന്റെ അടുത്ത വരിയാണ് ഇടയൻ രാജാവ്. ഇടയൻ എന്ന് പറഞ്ഞാൽ പശുവിനെ നോക്കുന്നവനും ആടിനെ നോക്കുന്നവനുമാണ്. അവൻ ആടിനെ കൂട്ടമായി കൊണ്ടുപോവുകയും തിരിച്ച് കൂട്ടിക്കയറ്റുകയും ചെയ്യുന്ന ആളാണ്. പുള്ളി എങ്ങനെയാണ് രാജാവാകുന്നത്? പുള്ളി എങ്ങനെയാണ് കൊട്ടാരത്തിലെത്തുന്നത്? ദൈവത്തിന് പറ്റും ഇന്ന് കാട്ടിക്കിടക്കുന്നവനെ കൊട്ടാരത്തിലെത്തിക്കാം. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ദൈവം ചില റൂട്ടുണ്ടാക്കും. ദൈവം ഒരുക്കുന്നൊരു വഴിയാണത്, ദൈവം ഒരുക്കുന്നൊരു മാർഗമാണത്. അതൊക്കെ കേൾക്കുമ്പോൾ ചിലർ പറയും, എനിക്കിത് മനസ്സിലാകുന്നില്ല, എനിക്കിത് പിടികിട്ടുന്നില്ല, എനിക്കിതെല്ലാം കേട്ടിട്ട് തമാശയായി തോന്നുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ആ വാക്യം പറയാം. എങ്ങനെയാണ് യാക്കോബ് ഇസ്രായേലായി മാറിയെന്ന് പാടുന്നതിന് മുമ്പ് ജോൺ 2 വരികൾ, ആ പാട്ടിന്റെ 2 വരി മാത്രം ഒന്ന് പാടും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10-ാമത്തെ വാക്യം തൊട്ട് വായിക്കുവാണ്. ഒന്നുമില്ലാതിരുന്ന യാക്കോബ് ഒരു രാജ്യമായി മാറിയത് എങ്ങനെയെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇന്ന് വീട്ടിൽ പോകാൻ. അതുമാത്രം അറിഞ്ഞാൽ മതി, നമ്മുടെ കണ്ണുനീരൊക്കെ മാറും, നിരാശ മാറും, ലൈഫ് മാറും. വായിക്കാം. യാക്കോബ് ബെർഷബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. 11-ാമത്തെ വാക്യം. സൂര്യൻ അസ്തമിച്ചപ്പോൾ സൂര്യൻ അസ്തമിക്കുക എന്ന് പറയുമ്പോൾ, നമ്മൾ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ പ്രകൃതിയിൽ കാണുന്നത് എന്തൊക്കെയാണ്? സൂര്യൻ അസ്തമിക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇരുട്ട് പതുക്കെ പതുക്കെ കട്ടി കൂടി വരും, ഇല്ലയോ? ഇരുട്ട് കൂടി വരും, നമുക്കൊക്കെ നോക്കിയാൽ കാണത്തില്ലാത്ത വിധം മൊത്തം കൂരിരുട്ടാകും. ചില മനുഷ്യരുടെ പ്രത്യാശ ഇല്ലാതാകുമ്പം മനസ്സിനകത്ത് ഭയങ്കര ഇരുട്ട് വരും. അന്നേരമാ പോയി മരിച്ചാലോ എന്നൊക്കെ ചിന്തിക്കുന്നത്. ചിലർ ആത്മഹത്യ ചെയ്തതുപോലും അങ്ങനാണ്. ഇരുട്ട് കയറും, ജീവിതം കൊണ്ടൊരു അർത്ഥമില്ല, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, എൻ്റെ കാര്യം ഇനി ശരിയാകും തോന്നുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് കയറ് കഴുത്തേലിടുന്നത്, വിഷമെടുത്ത് വായിലോട്ട് ഒഴിക്കുന്നതൊക്കെ. ആ ഒരു പ്രതീക്ഷയുടെ എല്ലാം അസ്തമിച്ച് കഴിയുമ്പോഴാണ് ഇതുപോലൊരു സാഹചര്യം യാക്കോബിനുണ്ടായി. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്കൊരിടത്ത് തങ്ങുകയും, ഒരു റോഡ് സൈഡിൽ അവിടെ കിടക്കുവാണ്, അവിടെ തങ്ങി രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഒരു വീട്ടിനകത്തല്ല കിടന്നത്, റോഡിന്റെ സൈഡിൽ കിടക്കുകയാണ് ആള്. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴേ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അതൊന്ന് ഭാവനയെ കാണ്. ഒരു മനുഷ്യൻ ഒന്നുമില്ല, കയ്യിലൊരു ബാഗ് ഉണ്ടെങ്കിൽ ആ ബാഗെങ്കിലും എടുത്ത് തലയെ വെച്ച് ഇവിടെ വച്ചേനേയും. കല്ല് തലയെ വെച്ച് തലയ്ക്ക് നല്ല വേദന എടുക്കും. നമുക്കങ്ങനെ കുറേ നേരം അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല, തല വേദനിക്കും. കട്ടി കൂടിയ തലയണ പോലും ചിലർ ഉപയോഗിക്കാറില്ലല്ലോ. നല്ല സ്പോഞ്ച് പോലെയുള്ള തലയണയാണ് നമ്മൾ തല വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ മനുഷ്യൻ ഒരു തലയണ, ഒരു തുണിക്കഷ്ണം പോലും കയ്യിലില്ല തല ഇവിടെ വെക്കാൻ.
അവിടെ കിടന്നൊരു കല്ലെടുത്തിട്ട് തലയുടെ അവിടെ വെച്ച് പുള്ളി ഇങ്ങനെ വെറുതെ കിടന്നു. കൂടെ ആരുമില്ല. തകർച്ചയുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ്, പൊട്ടി തകർന്നു പോയവനാണ്. അടുത്ത വാക്യം, അങ്ങനെ കിടന്നപ്പോൾ അവനൊരു ദർശനം ഉണ്ടായി. ദൈവം അവനെ ഒരു കാര്യം കാണിച്ചു. ഹല്ലേലൂയ. ഇന്ന് കേൾക്കുന്ന വചനം ഇവിടെ ഇരിക്കുന്ന നിരാശയിലുള്ളവരോ സങ്കടമുള്ളവര്, ഇവിടെ നിന്ന് കേൾക്കുന്നവരുണ്ട്, പുറത്ത് പായിട്ട് ഇരിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ദൈവവചനമാണ്. നിങ്ങൾ നിന്നോണ്ടും ഇരുന്നോണ്ടും നിലത്തിരുന്നും കസേരയിരുന്നും കേൾക്കുന്നത്. ദൈവം ഒരു ദർശനം കാണിക്കും. ദർശനം കാണിക്കുന്നത് നിന്റെ ലൈഫ് തീരാൻ പോവുക, നീ ഇനി രക്ഷപ്പെടത്തില്ല, നീ ഇനി നശിച്ചു പോകത്തേ ഉള്ളൂ എന്നുള്ള ദർശനമല്ല ദൈവം കാണിച്ചത്. എന്ത് ദർശനമാണ് കാണിച്ചിരുന്ന് നോക്കൂ. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, ഒരു ഭയങ്കര കോവണി, നിറയെ പടികളുള്ള ഒരു കോവണി, അതിന്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. അപ്പോൾ ദൈവം ഒരാളെ കാണിച്ചത് കുഞ്ഞൊരു ദർശനമല്ല, ആ ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ അത്രയും വലിപ്പമുള്ള ഒരു കോവണിയല്ല, ആകാശത്തോളം ഉയർന്നിരിക്കുന്ന. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അത്രയും ഉയരത്തിൽ നിന്നെ എത്തിക്കുന്നാണ്. ആകാശത്തോളം, ആകാശത്തോളം, ഒറ്റയടിക്കല്ല, അതിൽ കുറെ പടികളുണ്ട്. ഹല്ലേലൂയ. എനിക്ക് നല്ലതുപോലെ അറിയാം, സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഓരോരുത്തരും രക്ഷപ്പെടാൻ ദൈവം ഇട്ടുകൊടുക്കുന്ന പടികളുണ്ട്. ആമേൻ. അന്നേരം ശ്രദ്ധയില്ലാതെ അതേ ചവിട്ടി കയറാത്തവനെ കിടന്ന സ്ഥലത്ത് കിടന്നിട്ടുള്ളൂ. അല്ലാത്തവൻ ദൈവം കൊടുത്ത പടിയിൽ ചവിട്ടി കയറിയവരൊക്കെ നല്ല നിലയിൽ കയറി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നുമില്ലാതെ ഒരു കല്ല് തലയണയാക്കി കിടക്കേണ്ട ഗതികേട് ആർക്കും ഇവിടെ ഇല്ല. അത്രയും തകർന്നു പോയ ആരുമില്ല. ഒന്നുമല്ലേലും വാടകയ്ക്കെങ്കിലും ഒരു വീടുണ്ട്, കിടന്നുറങ്ങാൻ ഒരു ചെറിയ കട്ടിലാണേലും ഉണ്ട്, വലിയ ഭംഗിയില്ലേലും അത്യാവശ്യം ജീവിക്കാനുള്ള നമുക്കുണ്ട്. ഇത് അതിനേക്കാൾ എത്രയോ താഴെ തകർന്നു പോയവൻ, ഒരു വീടില്ലാത്തവൻ, കിടക്കാൻ ഒരു കട്ടിൽ പോലും ഇല്ലാത്ത യാക്കോബിനോട് ദൈവം പറയുവാണ്, നീ ഒരു കാലത്ത് ഇതേ പടി ചവിട്ടി കയറി ആകാശത്തോളം നിനക്ക് ഉയരാൻ പറ്റും. ഇത് ദൈവം നിങ്ങളെ കാണിക്കുന്ന ഒരു ദർശനം കൂടിയാണെന്ന് കൂട്ടിക്കോ. എല്ലാവർക്കും ഉള്ളതായിരിക്കത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ചിലരും ഒത്തിരി തകർന്നിരിക്കുന്നവരായിരിക്കും. ദൈവം ഈ വചനം കേട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ചവിട്ടി കയറാനുള്ള ഒരു ചെറിയ പടി ഇട്ട് തരും. അതിനുശേഷം അടുത്തൊരു പടി, അതിനുശേഷം അടുത്തൊരു പടി. അത് ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും, അത് ചിലപ്പോൾ ഒരു കുഞ്ഞ് ബിസിനസ് ആയിരിക്കും, ഒരുപക്ഷെ അതൊരു ബന്ധമായിരിക്കും. അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ തരത്തിലാ ആ പടികളെ ദൈവം ഇട്ടു തരുന്നത്. ഹല്ലേലൂയ. ദൈവം കാണിച്ചു തന്നത് ആകാശത്തോളം ഉയർന്നിരിക്കുന്ന ഒരു കോവണിയാണ്, പാതാളത്തോളം താന്നിരിക്കുന്ന ഒരു കോവണിയല്ല. മനുഷ്യൻ നമ്മുടെ അവസ്ഥ കണ്ടിട്ട് പലരും കാണിച്ചു തന്നത് നീ താഴോട്ട് പോകുന്ന ഒരു കോവണിയാണ് കാണിച്ചു തന്നത്, വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പുതിയൊരു ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒരു വിസയ്ക്ക് ഒരു യൂറോപ്യൻ രാജ്യത്ത് പതുക്കെ ചെന്നിട്ടുണ്ടാകും. ഇല്ല, ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമായിരിക്കും. ഇത് നാളെ ഒരു സമയത്ത് നിന്റെ കുടുംബം കയറി വരേണ്ട ഒരു പടിയാണത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കാനായി ചില കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടിരിക്കുമായിരിക്കും. ഇതെല്ലാം നാളുകളിൽ ഉയർന്നു വരാനുള്ള ദൈവം ഇട്ടിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു പടികളാണ്. അതിൽ ഉഴപ്പുന്നവൻ ഒരു പടിയിൽ നിന്ന് ഒരു പടിയിലോട്ട് കയറത്തില്ല. അല്ലാത്തവൻ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസവും അവന്റെ ലൈഫിൽ ചില ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. യാക്കോബ് ഇസ്രായേലായി മാറിയത് എങ്ങനെയെന്നാ ഇത് കേട്ടപ്പോൾ യാക്കോബ് ഒരിക്കലും പറഞ്ഞില്ല, എനിക്കിത് മനസ്സിലാകുന്നില്ല, എനിക്കിതൊന്നും പിടികിട്ടുന്നില്ല, എനിക്കിതൊക്കെ തമാശയായി തോന്നുന്നൊന്നും പറഞ്ഞില്ല. നമ്മളാണ് ചിലപ്പോൾ പറയും, എനിക്കിതൊന്നും പിടികിട്ടുന്നില്ല, മനസ്സിലാകുന്നില്ല, തമാശയായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയും. യാക്കോബ് അവിടം തൊട്ട് ആരംഭിച്ചു അവന്റെ വിജയം. അടുത്തൊരു വാക്യം എഴുതിയിട്ടുണ്ട്, യാക്കോബ് ആ സ്ഥലത്തിന് ദൈവത്തിന്റെ ഭവനം, സ്വർഗത്തിന്റെ കവാടം എന്നൊക്കെ വിളിച്ചു. ഇനി എന്ത് ചെയ്തു എന്ന് അടുത്ത വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടത് എങ്ങനെയെന്നൊന്ന് വേഗത്തിൽ പറയാം. ആ രാത്രി തന്നെ യാക്കോബ് തൻ്റെ 2 ഭാര്യമാരെയും 2 പരിചാരികമാരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട്
യാബോക്ക് എന്ന കടവ് കടന്നു. അവരെ അവൻ പുഴയ്ക്ക് അക്കരെ കടത്തിവിട്ടു. 23-ാമത്തെ വാക്യം, യാക്കോബ് തന്റെ സമ്പാദ്യം മുഴുവൻ പുഴയ്ക്ക് അക്കരെ എത്തിച്ചു. യാക്കോബ് മാത്രം പുഴയുടെ ഇപ്പുറത്ത് നിന്നു. യാക്കോബ് ഒരു ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടാനെടുത്ത റിസ്ക് കണ്ടോണം. റിസ്ക് ചുമ്മാ കിട്ടത്തില്ല. ദൈവത്തിന്റെ അനുഗ്രഹം കൈകെട്ടിയിരിക്കുന്ന ഒരാൾക്കും വിഷമം വരുമ്പോൾ റൂമിനകത്ത് കയറി പുതപ്പിട്ട് മൂടി കിടന്നുറങ്ങുന്നവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകത്തില്ല. ഇത് റിസ്ക്കാണ്. ഇച്ചിരി ബുദ്ധിമുട്ടി മേടിച്ചെടുക്കേണ്ട ഒന്നാണ് ദൈവത്തിന്റെ അനുഗ്രഹം. യാക്കോബ് എന്ത് ചെയ്തു? 24-ാമത്തെ വാക്യം, യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നതുവരെ, എത്ര നേരം? ഒരു രാത്രി മുഴുവൻ, പുലരുന്നതുവരെ, നേരം വെളുക്കുന്നവരെ അവനുമായി മൽപ്പിടുത്തം നടത്തി. അവിടെ നമ്മൾ കാണുന്നത് ഗുസ്തി എന്ന അർത്ഥത്തിലുള്ള ഒരു വാക്കാ. മലയാളത്തിൽ മൽപ്പിടുത്തം നടത്തി. ഒരാളെ തോപ്പിക്കാൻ നടത്തുന്ന ഒരു പ്രത്യേകതയാണ് മൽപ്പിടുത്തം എന്ന് പറയുന്നത്. യാക്കോബ് ഒരാളുമായി മൽപ്പിടുത്തം നടത്തി. അതിനെ അറിവുള്ളവരും ധ്യാനിച്ചിട്ടുള്ളവരും ദർശനമുള്ളവരും പറയുന്നത് അത് യാക്കോബിന്റെ പ്രാർത്ഥനയായിരുന്നു എന്നാണ്. അത് യാക്കോബിന്റെ പ്രാർത്ഥന ആരായിരുന്നു എന്നറിയാമോ? അനുഗ്രഹം സ്വീകരിച്ചത് ഒരു രാത്രി മുഴുവൻ ദൈവത്തോട് ചേർന്ന് നിന്നവനാണ് ഇസ്രായേലായി മാറിയത്. എവിടുന്ന ഇത് തുടങ്ങിയെന്നറിയാമോ? തലവച്ചുറങ്ങിയത് പോലെ ഒരു കല്ലേലാണ്. സീറോയിൽ നിന്ന് ആരംഭിച്ച ഓരോ പടി യാക്കോബ് കയറി വരുവാണ്. അടുത്ത വാക്യം വായിച്ചേ. കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടി. മൽപിടുത്തത്തിനിടയിൽ യാക്കോബിന്റെ തൊട അരക്കെട്ടിൽ നിന്ന് തെറ്റി. ഈ എല്ല് തെറ്റിപ്പോയി. അപ്പോൾ ഉണ്ടാകുന്ന വേദന അസഹനീയമാണ്. വേദന ഉണ്ടായപ്പോഴും യാക്കോബ് ആ പിടുത്തം വിട്ടില്ല. അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്. അവൻ പറഞ്ഞു നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു. അതൊന്ന് ഉറക്കെ വായിച്ചു. യാക്കോബ് എന്നാ മറുപടി പറഞ്ഞെന്ന്? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. കാലിന്റെ തൊടയുടെ എല്ല് തെറ്റിപ്പോയി. എന്നിട്ടും ആ അനുഗ്രഹിച്ചിട്ടല്ലാതെ എന്നെ ഞാൻ പറഞ്ഞു വിടത്തില്ല എന്നും പറഞ്ഞ് അവിടെ തന്നെ മുറുക്ക പിടിച്ചു. കാല് മുഴുവൻ മരവിച്ചു പോകുന്ന വേദനയുള്ളപ്പോഴും റിസ്ക് എടുത്ത് മേടിച്ചു തന്നെന്നറിയാമോ? അനുഗ്രഹമാണ്. അനുഗ്രഹം. അത് നമ്മൾ പറയില്ല, കാലിച്ചിരി വേദനയാ, ഞാൻ പോട്ടെ പിന്നെ ആട്ടെ എന്ന് വെച്ച് പോയില്ല. അവിടെ നിന്നു നേരം വെളുക്കുന്നവരെ. നിങ്ങൾ എവിടെയെങ്കിലും വഴക്കുണ്ടാകുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഗുസ്തി മത്സരം നടക്കുന്ന സ്ഥലത്തോ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നത്? രണ്ടുപേർ തമ്മിൽ മത്സരം നടക്കുമ്പോൾ വേറൊരാളോട് പറയുന്നത്, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം, പിന്നെ എടുത്തോളാം, നമുക്ക് കാണേണ്ടി വരും, നീ ഇതിന് കണക്ക് പറയേണ്ടി വരും, ഇങ്ങനെയാ പറയുന്നത്. പക്ഷെ യാക്കോബ് പറയുവാണ്, ഞാൻ നിന്നെ പിന്നെ കണ്ടോളോന്നല്ല, എൻ്റെ തൊടയിൽ ഇങ്ങനെ ഒരു വിഷമം വന്നല്ലോ, എൻ്റെ എല്ല് തെറ്റിപ്പോയി, വേദന കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല, ഇത് നേരെ ആയിക്കോട്ടെ, ശരിയാക്കി തരാന്നല്ല പറഞ്ഞത്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. ഇത് വായിച്ചിട്ട് ആ ദർശനമുള്ളവൻ പറഞ്ഞത്, യാക്കോബ് രാത്രി മുഴുവൻ മുറുകെ പിടിച്ചത് ദൈവത്തെയാണ്. ഒരു രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല ആ മനുഷ്യൻ. കല്ല് തലയണയായി കിടന്നവൻ, ഉറങ്ങിയവൻ, അവിടെ കിടന്നവനെ ദൈവം ഓരോ പടി ഉയർത്തിയത് എങ്ങനെയാണെന്നറിയാമോ? അനുഗ്രഹത്തിനു വേണ്ടി മുറുക്ക പിടിച്ച് രാത്രി മുഴുവൻ അവിടെ നിന്നു. ഒരാളേലും ഉണ്ടോ അങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറായ? ഒരാളേലും ഉണ്ടോ? അയാളിലൂടെ ആ വ്യക്തി, ആ കുടുംബം നാളുകളിൽ രക്ഷപ്പെട്ടു. എന്നൊക്കെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പാട്ടുകാരൻ തന്നെ പാടിയത്, യാക്കോബ് കൂലിപ്പണിക്കാരനായി മാറൂന്നല്ല, യാക്കോബ് ഇസ്രായേലായി മാറൂന്നാ പറഞ്ഞത്. യാക്കോബ് കുറെ കൂടെ തകർന്നു പോകുന്നല്ല, ഇതുപോലെ അനുഗ്രഹത്തെ വേദനയുള്ളപ്പോഴും വിഷമങ്ങൾ ഉള്ളപ്പോഴും, കാലുവേദനയുണ്ട്, നിലത്ത് കൂത്താൻ പറ്റത്തില്ല, എല്ല് തെറ്റിപ്പോയി, ഒരു വിരൽ ഉളുക്കിയാലുള്ള വേദന എന്തേരവാ നമുക്കറിയാം. കൈയുടെ ഒരു വിരൽ തെറ്റിപ്പോയാലുള്ള വേദന. അപ്പോൾ തെറ്റിയത് ഈ തുടയുടെ ഭാഗമാണ്, ഈ പ്രധാന ഭാഗത്തെ അല്ല തെറ്റിപ്പോയത്. എന്നിട്ട് പോലും ആ വേദനയുള്ളപ്പോഴും ദൈവത്തിൽ നിന്ന് ആ പിടുത്തം വിട്ടില്ല. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എന്നെ രക്ഷിച്ചിട്ടല്ലാതെ, എന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എന്റെ തലമുറയെ രക്ഷിച്ചിട്ടല്ലാതെ ഞാൻ അങ്ങേ വിടത്തില്ല. ഈ യാക്കോബാണ് ഇസ്രായേലായി മാറിയത്. ഇനി അടുത്ത വാക്യം വായിക്കാം. അവൻ ചോദിച്ചു നിന്റെ പേരെന്താണ്? നിന്റെ പേരെന്താണ്? യാക്കോബ് അവൻ മറുപടി യാക്കോബ് എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേൽ
എന്ന് വിളിക്കപ്പെടും. ഒരാൾ മാറി ഒരാളെ ആരെങ്കിലും രാജ്യത്തിന്റെ പേരിട്ട് വിളിക്കുമോ? നമുക്കൊക്കെ ഓരോ പേരുണ്ട്. നമുക്കൊന്നും രാജ്യങ്ങളുടെ പേരല്ല ഉള്ളത്. ഒരാളെ കല്ല് തലയണയായി വച്ചിരുന്നവനെ ദൈവം വിളിച്ച് നിന്നെ ഈ അവസ്ഥയിൽ നിന്ന് ആകാശത്തിൽ ഉറച്ചിരിക്കുന്ന കോവണി പോലെ എത്തിക്കും എന്നുള്ളത് എത്ര കറക്റ്റാണ് നോക്കിക്കേ. ഇപ്പോൾ ഇസ്രായേലായി മാറി. ഇന്നും ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇന്നും എല്ലാ ദിവസവും പേപ്പറിൽ, മാധ്യമങ്ങളിൽ ഇന്നും ഇസ്രായേലിനെ അവരുടെ ബുദ്ധി എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നതെന്ന് അറിയത്തില്ല. ഏത് വിധത്തിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന അറിയത്തില്ല. ഒരു മനുഷ്യൻ അറിയത്തില്ല. ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന രാജ്യമാണ്. എവിടുന്ന യാക്കോബ് ആരംഭിച്ചെന്നറിയാമോ? കല്ല് തലയണയായ റോഡിൻ്റെ സൈഡിൽ കിടന്നവനാണ്. ഇതുപോലെയാ. ഇതെന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? ഇന്ന് നമ്മുടെയും ചിലരുടെ അവസ്ഥ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. പലരാലും പണ്ട് നമ്മൾ വലിയ ആൾക്കാരൊക്കെ ആയിരുന്നു, പക്ഷെ എല്ലാം തകർന്നു പോയി, പരാജയപ്പെട്ടു പോയി, ഒന്നുമില്ല. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കാനും ആരാധിക്കാനും തയ്യാറായാൽ സ്വർഗത്തോളം ഉയർന്നിരിക്കുന്ന കോവണി യാക്കോബിനെ മാത്രമല്ല ദൈവം കാണിക്കുക, എന്നെയും നിങ്ങളെയും അത് കാണിക്കും. ഈ ദർശനം ദൈവം എനിക്കും നിങ്ങൾക്കും തരും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേറ്റ് വരും. ദൈവപ്രവൃത്തിയാണ്. ദാവീദ് ആരായിരുന്നു എന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. ദാവീദ് ആരായിരുന്നു? അവന്റെ വീട്ടിൽ പോലും ആടിനെ മേയിച്ച് നടക്കുന്ന ആളാണ്. കാട്ടിക്കൂടെ ആ മലഞ്ചെരുവിൽ കൂടെ ആടിനെ മേയിച്ച് നടന്നിരുന്ന ആളാണ്. പക്ഷെ ദൈവം അവന്റെ തലയിൽ തൈലമൊഴിപ്പിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കും. ദാവീദിന്റെ തലയിൽ വീണത് തൈലമാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ മേൽ വീഴുന്നത് പ്രതീക്ഷയുടെ, അനുഗ്രഹത്തിന്റെ, വിടുതലിന്റെ വചനമാണ്. ഈ വചനം മതി നിന്റെ കുടുംബത്തിൽ നിന്ന് ചിലത് രാജാവിനെ പോലെ എഴുന്നേറ്റ് വരാൻ. ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അസ്തമിച്ചൊരു പുതിയ തുടക്കമിടാൻ ഈ വചനം മതി. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയെങ്കിലും ഒന്നും കൂടെ പാടിക്കേ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഈ പാട്ട് വെറുതെ അല്ല. യാക്കോബ് ഇസ്രായേലായി മാറും. ഒന്നുമില്ലാത്തവൻ നാളെ നല്ല നിലയിൽ എത്തിക്കാൻ ദൈവത്തിന്റെ കരം അവന് വേണ്ടി ചലിക്കും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ വരുമ്പോൾ എവിടെയോ എത്തിപ്പെട്ട ഒരു ഫീലിംഗ് ഉണ്ടാകത്തില്ല. ഏതോ ഒരു ടൂറിസ്റ്റ് സ്ഥലത്ത് വന്ന പോലെ ഒരു ഫീലിംഗ് അല്ല. ദൈവാത്മാവിൻ്റെ പ്രവർത്തനം എന്നത് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് നിങ്ങളെ ദൈവം കൊണ്ടുവന്നത്. ഒരാൾ പോലും വെറുതെ വന്നു എന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. ഇവിടെ കണ്ടമാനം ആളുകൾ വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുമില്ല. പക്ഷെ ഇവിടെ വരുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണമെന്ന് സത്യസന്ധമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ണുകളെ അടയ്ക്കുക. ജെറീക്കോ പട്ടണത്തിന്റെ വാതിൽ അടഞ്ഞാ കിടന്നത്. അടച്ച് ഭദ്രമാക്കി താക്കോലിട്ട് പൂട്ടിയാ കിടന്നത്. പക്ഷെ ദൈവം പറഞ്ഞത് ആ താക്കോല് തല്ലി പൊട്ടിക്ക്, ആ വാതിലിൽ വല്ല ബോംബ് വെക്ക്, അതിനെ തകർക്ക് എന്നൊന്നും അല്ല പറഞ്ഞത്. നിങ്ങൾ അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്ക്, നടക്ക്, കാഹളം മുഴക്ക്, ആരാധിക്കാനാ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞില്ല, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല, പിടികിട്ടുന്നില്ല, തമാശയായിട്ട് തോന്നുന്നു, എന്തുവാ ഈ പറയുന്നത്? ഒന്നും ചോദിച്ചില്ല. ഞാൻ നിങ്ങളോട് പറയാം, ഏത് കാര്യത്തെ നോക്കുമ്പോഴാണ് വാതിലടച്ച് പൂട്ടി ഇനി സാധ്യതയില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ അറിയാമോ? അതിൻ്റെ മുമ്പിൽ ആരാധിക്കാൻ അറിയാമോ? ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ടി വന്നെന്നിരിക്കും. പക്ഷേ ബൈബിളിൽ എഴുതിയിരിക്കുന്നവർ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും കാഹളമൂതാനും നടക്കാനും തുടങ്ങിയപ്പോൾ ആ വാതിൽ കഷ്ടിച്ചു തുറന്നു എന്നല്ല, ആ വാതിൽ ഭിത്തി, ആ വാതിലിനെ ഉറപ്പിച്ചിരുന്ന ഭിത്തി അടക്കം താഴെ പോയി. ആ വാതിൽ ഉണ്ടായിരുന്ന ഭിത്തി അടക്കം താഴെ വീണു എന്നാണ് എഴുതിയിരിക്കുന്നത്. വാതിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവന് അറിയാൻ കഴിയും പ്രാർത്ഥനയുടെ ശക്തി എന്തേരോ ഉണ്ടെന്ന്. ആയുധങ്ങളെക്കാൾ വിലയുണ്ട് പ്രാർത്ഥനയ്ക്ക്. അത് വാതിലിനെ മാത്രമല്ല,
അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഭിത്തികളെയും തകർത്ത് കളയും. എന്നിട്ട് നിനക്ക് കഷ്ടിച്ചൊരു വാതിലിലൂടെ പതുക്കെ കയറാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല, നിനക്ക് ഫ്രീ ആയിട്ട് മുന്നേറാൻ പറ്റുന്ന വിധത്തിൽ ആ വാതിൽ തുറന്നു വരും. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ദൈവത്തിൽ വിശ്വസിച്ച് ആരാധിക്കാൻ പോവുകയാണ്. ഇന്ന് വന്ന ഒരു കുഞ്ഞു പോലും അനുഗ്രഹിക്കപ്പെടാതെ പോകല്ലേ. കർത്താവേ, എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യത്തോടെ ഈ ജനത്തിന് വേണ്ടി ഇത്രയും പറയാൻ പറ്റിയതിന് അങ്ങേ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഒരു വചനം ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞതിന് നന്ദി പറയുന്നു. യാക്കോബ് ഇസ്രായേലായി മാറുമെന്നെങ്കിലും മറന്നു പോവല്. ഇന്ന് യാക്കോബിനെ പോലെ ഒന്നുമില്ലാത്തവനെ പോലെയാണോ യാക്കോബിന്റെ ഇന്നലകളിലെ അവസ്ഥ? കല്ല് തലയണയായി കിടന്നവനാണ്. കൂടെ നിൽക്കാൻ ആളോ ആരവങ്ങളോ ഒന്നുമില്ലാത്തവനായിരുന്നു യാക്കോബ്. പക്ഷെ ദൈവം അവനെ ആകാശത്ത് കാണിച്ച കോവണി പോലെ തന്നെ ഉയർത്തി ഒരു രാജ്യമാക്കി, ഒരു ഇസ്രായേലാക്കി മാറ്റി. യാക്കോബ് ഉയർന്നൊരു ഇസ്രായേലായി മാറിയത് മാത്രമല്ല ചിന്തിക്കേണ്ടത്. യാക്കോബ് ഒരു രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എന്നെ വിടുവിച്ചിട്ടല്ലാതെ ഞാൻ പറഞ്ഞു വിടത്തില്ലെന്ന് പറഞ്ഞ് കണ്ണുനീരോടെ ചോദിച്ചു മേടിച്ചെടുത്ത ഒരു അനുഗ്രഹമുണ്ട് ആ വ്യക്തിയുടെ കൂടെ. നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഓർക്ക് പ്രാർത്ഥിച്ച് മേടിച്ച് കൂടെ നിർത്തേണ്ട ഒരു അനുഗ്രഹമുണ്ട്. അതാ നാളെ നിന്റെ കുടുംബത്തെ ഉയർത്തുന്നത്, അതാ നിന്റെ കുടുംബത്തെ വളർത്തുന്നത്. പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ശ്രദ്ധിച്ചേ, യാക്കോബിനെ ദൈവം കാണിച്ചത് ഒറ്റയടിക്ക് മുകളിൽ എത്താവുന്ന ലിഫ്റ്റ് അല്ല കാണിച്ചു കൊടുത്തത്. കയറി നിന്നാ മതി അങ്ങ് പൊക്കോളൂന്നല്ല, അതിന് കുറെ പടികളുണ്ടായിരുന്നു. ലിഫ്റ്റ് അല്ല കാണിച്ചു കൊടുത്തത്. ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കയറി നിന്നാ മതി, അവിടെ ഒരു സ്ഥലത്ത് അടുത്ത നിലയിൽ എത്തിക്കോളും. അങ്ങനെയല്ല, നീ തന്നെ പതുക്കെ പതുക്കെ ചവിട്ട്. ദൈവം ഇട്ട് തന്ന ഓരോ പടി അത് ഒരുപക്ഷെ ഇന്ന് പഠിക്കുന്ന ഒരു കോഴ്സായിരിക്കും, ഇന്ന് പോകുന്ന കോളേജ് ആയിരിക്കും നാളെ നിന്റെ ഉയർച്ചയ്ക്കുള്ള പടികളായി മാറുന്നത്. ചില ബന്ധങ്ങളായിരിക്കും, ചില വ്യക്തികളുമായുള്ള കണ്ടുമുട്ടലായിരിക്കും, ചില സാമ്പത്തിക ബിസിനസിന്റെ ആരംഭമായിരിക്കും. ചിലപ്പോൾ വിസ ഒരു വിസ കിട്ടാൻ വേണ്ടി, ഒരു രാജ്യത്ത് പോകാൻ വേണ്ടി വിസ സമർപ്പിച്ച ഒരു സമയമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന OIT എക്സാം ആയിരിക്കും. നിങ്ങളുടെ മകനോ മകളോ പഠിക്കുന്ന നഴ്സിംഗ് അതായിരിക്കും നാളെ നിന്റെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്ന ചവിട്ടുപടികൾ. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തി ഒരു നിമിഷം എല്ലാവരും ഒന്ന് അധരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ആമേൻ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടച്ച് ഒരിക്കൽ കൂടി ഞാനത് പാടും. ജോണ് പാടും. എന്നറിയാമോ? വഴിയൊരുക്കും അവനാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും.